ഇനി നമുക്ക് സ്റ്റീംഡ് ബൺ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിലേക്ക് നമുക്ക് ഫില്ലിംഗ് എങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. ഒന്നുമില്ലെങ്കിൽ നോൺ വെജ് ഫില്ലിംഗ്, ചിക്കൻ ഇട്ടിട്ടുള്ള ഫില്ലിങ്, അതല്ലെങ്കിൽ മുട്ട ഫ്രൈ ചെയ്തിട്ടുള്ള ഫില്ലിങ്, അതല്ലെങ്കിൽ വെജിറ്റബിൾസ് ഇട്ടിട്ടുള്ള ഫില്ലിങ്, അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് ചിക്കനൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഫില്ലിങ്ങാണ് കേട്ടോ വെച്ചേക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഈ ബണ്ണിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കി എടുക്കാം. ഒരു പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട്, 2 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഈസ്റ്റ്. അപ്പോൾ ഇളം ചൂട് പാലാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് പഞ്ചസാര ഈസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരണം. നന്നായിട്ട് അലിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതൊരു 5 മിനിറ്റ് നേരം മൂടി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഈ മൂടി വെച്ച് കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഈസ്റ്റ് നന്നായിട്ടൊന്ന് പൊന്തി വരും. അപ്പോൾ അങ്ങനെ നന്നായിട്ട് പൊന്തി വന്നതിന് ശേഷം വേണം നമുക്കിത് മാവ് കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതാ ഈസ്റ്റ് കണ്ട നന്നായിട്ടൊന്ന് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് കുഴച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് മൈദ, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഇളക്കിയാൽ മതി കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഈസ്റ്റിൻ്റെ പാല് കൂടിയിട്ടുള്ള മിക്സ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ചേർത്ത് കൊടുത്തിട്ട് ഈ സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ആദ്യം ഒന്ന് ഇളക്കിയെടുക്കുക. അതല്ലെങ്കിൽ കൈമ വല്ലാണ്ട് ഒട്ടിപ്പിടിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് കുഴച്ച് നോക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് കുഴച്ച് നോക്കിയതിന് ശേഷം അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒരു 1/4 കപ്പും കൂടെ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ഇനി നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റ് നേരം നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ. ഇത് കണ്ട നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഇനി മേലെ കുറച്ച് എണ്ണ തടവി കൊടുക്കാം, അല്ലെങ്കിൽ ഒരുപാട് ഡ്രൈ ആയി പോകും. തടവി കൊടുത്തതിന് ശേഷം ഇത് മൂടി വെച്ചിട്ട് പൊന്താനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നല്ല ഈസ്റ്റൊക്കെ ആണെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ നന്നായിട്ട് പൊന്തി വരും. അപ്പോൾ നമുക്കിത് മൂടി വയ്ക്കാം. ഇനി ഇതിലേക്കുള്ള ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കാം. ഒരു പാത്രത്തിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് സബോള ചേർത്ത് കൊടുക്കുക. സബോള ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവേണ്ട, ഒന്ന് വഴണ്ടി വന്നാൽ മതി. ഇതിലേക്ക് നമുക്ക് ക്യാബേജ് അതുപോലെ ക്യാരറ്റ് രണ്ടും ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് വെന്ത് പോവൊന്നും വേണ്ട കേട്ടോ, ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കുക. ഒന്നും കൂടെ ഇളക്കിയെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ. വേണമെങ്കിൽ ചേർത്താൽ മതി, വളരെ കുറച്ചേ ചേർത്ത് കൊടുക്കണുള്ളൂ, ഒരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച ചിക്കൻ കുരുമുളക് പൊടിയും ഉപ്പിട്ട് വേവിച്ചതാണ് കേട്ടോ, അത് നന്നായി ഇതേപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വഴറ്റുക. അവസാനമായിട്ട് 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ല, അതുകൊണ്ട് ചേർക്കണില്ല. നന്നായിട്ട് ഇളക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് പൊന്തി വന്നോ നോക്കാം. അപ്പോൾ മാവ് ഇതാ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അത് അതേപോലെ പൊന്തി വരണം കേട്ടോ, അപ്പോഴാണ് നമ്മുടെ ബണ്ണ് നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. നമുക്ക് കുറച്ച് പൊടിയൊന്ന് ഇട്ട് കൊടുത്തിട്ട് മാവിനെ നമുക്ക് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. എല്ലാ ബണ്ണും ഒരേ വലിപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കൊന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഓരോ ബോളായിട്ട് എടുത്തിട്ട് ഇങ്ങനെ ഉള്ളിലേക്കൊന്ന് മടക്കി മടക്കി വെച്ചിട്ട് ഉരുട്ടി കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഈ തറയിൽ തന്നെ വെച്ചിട്ട് ഒന്നിങ്ങനെ ഉരുട്ടി കൊടുത്താൽ മതി, ഇങ്ങനെ കൈ വെച്ചിട്ട്. അപ്പോൾ നല്ല ബോൾ പോലെ വരും. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇതേപോലെ എല്ലാതും ഉരുട്ടിയെടുക്കാം. ഇനി ഇത് നമുക്ക് ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ആദ്യം ഒന്നിങ്ങനെ പരത്തുക. അതിന് ശേഷം ഇതിൻ്റെ അറ്റം മാത്രം നല്ല നൈസായിട്ടൊന്ന് പരത്തുക കേട്ടോ. സെൻറ്ററിൽ കുറച്ച് കട്ടി ഉണ്ടാവണം. അറ്റം മാത്രം കണ്ടോ, ഇതേമാതിരി അങ്ങോട്ട് പരത്തിയെടുക്കാം. അപ്പോൾ നടുവിൽ തിക്കായിരിക്കും, അറ്റം നല്ല തിന്നായിരിക്കും. ഇതേപോലെ പരത്തിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് കുറച്ച് കൂടുതൽ വെച്ച് കൊടുക്കുക കേട്ടോ, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ എന്താ പറയുക, മടക്കി മടക്കി എടുക്കുക. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ തുടങ്ങിയാൽ മതി. എന്നിട്ട് ഇങ്ങനെ മടക്കി 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 എടുത്തിട്ട്, അപ്പം ഈ ഒരു മറ്റേ വിരലുകൊണ്ട് ഈ ഉള്ളിലെ ഫില്ലിങ് ഒന്ന് തള്ളി കൊടുത്താൽ മതി കേട്ടോ, അപ്പോൾ അത് മേലേക്ക് വരില്ല. ഇതേപോലെ നന്നായിട്ട് മടക്കിയെടുത്തതിന് ശേഷം അവസാനം നമുക്ക് ഫില്ലിംഗ് ഒന്നും പുറത്ത് കാണാത്ത പോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതല്ലെങ്കിൽ
നമ്മളിത് വേവിച്ചെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങനെ പൊട്ടി പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാതും നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീമറിലേക്ക് ആദ്യം ഞാനിപ്പോൾ ഒരു ലൈനിങ് പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടി പിടിക്കില്ല. എല്ലാം കൂടി വെക്കേണ്ട, ഒന്നിനൊന്നും ഒട്ടാണ്ട് കുറച്ച് സ്പേസ് വിട്ടിട്ട് വെക്കുക. കാരണം വെന്ത് വരുമ്പോൾ ഇത് ഇരട്ടി സൈസാവും. എല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ നേരം വെയിറ്റ് ചെയ്യണം. അപ്പോഴാണ് ഈ ബണ്ണൊക്കെ ഇരട്ടി സൈസാവുക. ഇങ്ങനെ ഇരട്ടി സൈസ് ആയതിന് ശേഷമാണ് നമുക്കിത് വേവിക്കേണ്ടത്. അപ്പോഴാണ് വെന്ത് കഴിഞ്ഞാലും ബണ്ണ് അതേപോലെ തന്നെ ഇരിക്കുക. ഇപ്പോൾ കണ്ട ഡബിൾ സൈസ് ആയിട്ടുണ്ട്. സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്കിത് വെച്ച് കൊടുക്കാം. ഒരു 15 മിനിറ്റ് നേരം വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നല്ല പഞ്ഞി പോലെ സ്റ്റീംഡ് ബൺ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടുകൂടെ തന്നെ കഴിക്കാം. അതെല്ലാം ഒന്ന് ചൂടാറിയിട്ട് കഴിക്കാൻ പറ്റും. ഇതിപ്പോൾ ഫില്ലിംഗ് ഇല്ലാണ്ടേയും ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം.